ഞാൻ 3 ഡയപ്പറുകളുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് R4 റാബിറ്റ്, പിന്നെ ഒന്ന് IVB, ഒന്ന് ബേബി ഹഗ്. ഈ ബേബി ഹഗ് ആണ് നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ച പ്രൊഡക്റ്റ്. ഫസ്റ്റ് വാങ്ങിച്ച മീൻസ് ഇപ്പം ബേബിക്ക് 1.5 വയസ്സായി. ഈ 1.5 വർഷത്തോളമായിട്ട് നമ്മൾ ബേബി ഹഗ്ഗാണ് വാങ്ങിച്ചിട്ടിരുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ ബേബി ഹഗ്ഗുകാർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മാനുഫാക്ചറിങ് നമുക്ക് അത് നമ്മുടെ ബേബിക്ക് അത്ര സൂട്ടാവുന്നില്ല. ഇന്ത്യ മാനുഫാക്ചർ ചെയ്യുന്നത് ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന പ്രൊഡക്റ്റാണ്. ചൈനയ്ക്ക് എതിരാന്നൊക്കെ നിങ്ങൾ പറയും, എന്നാലും പ്രൊഡക്റ്റ് നമുക്ക് നല്ല ഉപയോഗം ആയതുകൊണ്ട് നമ്മളത് മേടിച്ചു. ഇത് അന്നേരം ഇപ്പം ഇവിടെ നിർമ്മിക്കുന്ന റീസെൻ്റായിട്ട് അവർ തുടങ്ങിയതായതുകൊണ്ട് കുറച്ച് ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട് നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് IVBയിലും R4 റാബിറ്റിലേക്ക് മാറിയേക്കുവാണ്. ഇനി ബേബി ഹഗ് ഉപയോഗിച്ചപ്പോൾ ഉള്ള അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. 1.5 വർഷത്തോളമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് അതിന് ടേപ്പ് സൈസാണ് വാങ്ങിച്ചിട്ടിരുന്നത്. ഇപ്പം ലാർജിൻ്റെ പാൻ സൈസിലേക്ക് ഇപ്പം മാറി. ഇത് ഒരു ഓവർനൈറ്റ് യൂസ് ചെയ്താലും രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് രാത്രിയിൽ ഇട്ട് കൊടുത്താൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഡയപ്പർ മാറേണ്ടതായി വരുന്നുള്ളൂ. ഇത് നമ്മൾ വാങ്ങിച്ച് ഇത് 44 പാൻ സൈസ് 44 ഡയപ്പറിന് 44 എണ്ണം ഉള്ള ഡയപ്പറിന് 1395 രൂപയാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഇത് ഓൺലൈനിൽ ഞങ്ങൾ വാങ്ങിച്ചിട്ടിരുന്നു. അത് അറൗണ്ട് ഒരു 700-ൻ്റെ 800-ൻ്റെ ഇടയിൽ ഓഫർ അനുസരിച്ച് മാറിയിട്ടിരുന്നു. പിന്നെ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാൻ ഇത് നല്ല തിന്നായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നന്നായിട്ട് അബ്സോർബൻസി നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ സാധാരണ എല്ലാ ഡയപ്പറിലും കാണുന്ന ആ ഒരു ഇൻഡിക്കേറ്ററും അതെല്ലാം ഇതിനകത്തുണ്ട്. പ്രത്യേകം ഞാൻ പറയുക, ഇത് ഇന്ത്യയിലല്ല, ഇത് ചൈന പ്രൊഡക്റ്റാണ് വാങ്ങിയിട്ടിരുന്നത്. ഇന്ത്യയിൽ വാങ്ങിച്ചതിന് എന്ത് ഇഷ്യൂസ് ഉണ്ടായെന്ന് വെച്ചാൽ കുറേ റിവ്യൂസ് കണ്ടാൽ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. അതിന് ബേബീസിൻ്റെ മറ്റേ ഇത് ബംസിൽ ഇതിൻ്റെ വൈറ്റ് ആ ഒരു കളർ വരുന്നതും പിന്നെ അത്ര അബ്സോർബൻസി ഒന്നും ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് നമ്മളിത് സ്റ്റോപ്പ് ചെയ്തിട്ട് R4 റാബിറ്റിലേക്ക് മാറി. R4 റാബിറ്റ് ഇതിൻ്റെ ആ ഡയപ്പറിന് പറയുന്നത് ഫെദർ ഡയപ്പേഴ്സ്. ഇത് ഇതുപോലെ തന്നെ ലാർജ് സൈസാണ് വാങ്ങിച്ചത്. ഇത് MRP ഇതിൻ്റെ റേറ്റ് എത്ര 1926 പക്ഷെ നമുക്കിത് 1400 സംതിങ്ങിനാണ് കിട്ടിയത് ആ ഒരു ഓഫർ അനുസരിച്ച്. ഇതപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ പെർ സൈസ് ഒരെണ്ണത്തിന് ഒരു 27 പോയിൻറ്റ് സംതിങ് എന്നുള്ള രീതി, 27-ൻ്റെയും 28-ൻ്റെ ഇടയിൽ എന്നുള്ള രീതിയിൽ നിന്ന്. ഇതാണെങ്കിൽ നമ്മുടെ ബേബി ഹഗിൻ്റെ ആണെങ്കിൽ 31 to 32 എന്നുള്ള ഒരു എണ്ണത്തിന് ആ ഒരു റേറ്റ് വരും. ഇനി ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ സെയിം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഒരു ഇൻസ്റ്റൻറ്റ് മോയ്സ്ചർ ലോക്ക്, പിന്നെ നല്ല ക്ലിനിക്കലി പ്രൂവൺ ആണ്, അങ്ങനെയൊക്കെയുള്ള നല്ല അബ്സോർബൻസികളൊക്കെ ഉണ്ട്. സെയിം ഇതിന് എന്തൊക്കെയാണ് ഫീൽ ചെയ്ത് ആ ഒരു ക്വാളിറ്റി എല്ലാം തന്നെ ഇതിനുണ്ട്. ഇതിൻ്റെ അപ്പോൾ എമൗണ്ട് നമുക്ക് കുറവാണ്, 27 പോയിൻറ്റ് സംതിങ്. നിങ്ങൾ ബേബീസ് ഉള്ളവർക്കറിയാം ഓരോ രൂപയും നമുക്ക് ഡയപ്പറിൻ്റെ കാര്യത്തിൽ നല്ല യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ ഒരു കസിൻ സിസ്റ്റർ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇത് എങ്ങനെ ഉണ്ട് ഇതിൻ്റെ ഇഷ്യൂസൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് കസിൻ സിസ്റ്റർ എവിടെ നിന്നാണെന്നുള്ള തരത്തിൽ എവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. IVB ഓസ്ട്രേലിയ, ഇത് ഓസ്ട്രേലിയ മാനുഫാക്ചറാണ്. പക്ഷേ ഇതിൻ്റെ കസ്റ്റമർ കെയർ സർവീസൊക്കെ ഡൽഹിയിൽ എഴുതിയേക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണോ അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷേ ഇത് ടോട്ടൽ എത്ര പീസായിരുന്നു ഉണ്ടായിരുന്നത്? ഇത് 265 രൂപയാണുള്ളത് 10 പീസിന് 265. അപ്പോൾ ഒരെണ്ണത്തിന് 26.5 രൂപയോളം വരും. ഇതിൻ്റെ ഒരിത് പറയുകയാണെങ്കിൽ സെയിം ക്വാളിറ്റി എല്ലാം സെയിം തന്നെ. പിന്നെ ഇതിനൊരു ഇച്ചിരി കൂടെ തിക്നെസ് ഉണ്ട്. പക്ഷേ തിക്നെസ്സും ഉണ്ട്. നമ്മൾ ഈ ബേബി ഹഗ്ഗിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു കുറച്ചൊരു ചെറുതായിട്ട് തോന്നും. പക്ഷേ ഇവിടുത്തെ കുഞ്ഞിന് ബേബി ഹഗ്ഗ് ലാർജ് ഉപയോഗിച്ചിരുന്ന കുഞ്ഞിന് ഇതും ലാർജ് നല്ല സൂട്ട് നല്ല ഫിറ്റാണ്. പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത്ര പ്രീമിയം ക്വാളിറ്റി വാങ്ങിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരം എന്ന് വെച്ചാൽ നമ്മൾ പാമ്പേഴ്സും പിന്നെ നമ്മുടെ മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്ന ഹഗ്ഗീസും ഇതൊക്കെ ഉപയോഗിച്ചു. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുമ്പം ഇതൊരു 5 അവർ നിൽക്കുമെങ്കിൽ അതൊരു 2 അവറിൽ 2 എണ്ണം മാറേണ്ടതായി വരും. അതായത് ഒരു 5 അവറിൽ നമുക്ക് അറൗണ്ട് ഒരു 3 എണ്ണമെങ്കിലും മാറേണ്ടതായി വരും. അപ്പോൾ അത് ആ 3 എണ്ണത്തിൻ്റെ എമൗണ്ട് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നമുക്കിതാണ് വേർത്തായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിച്ചത്. ഇത് നല്ല യൂസ്ഫുൾ ആയതുകൊണ്ട് റിവ്യൂ ഈ 3 എണ്ണത്തിൻ്റെയും ചെയ്തതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപയോഗപ്രദമാകട്ടെ. എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി ഇതിനെ റിലേറ്റീവ് എല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റിൽ. അറിയാവുന്നതാണെങ്കിൽ റിപ്ലൈ തരാം. ആൻഡ് ദാറ്റ്സ് ഓൾ. എല്ലാവരും ബൈ. താങ്ക് യു. സീ യു അതർ വീഡിയോ.